PCOSകാരോട് വന്ധ്യതയുടെ പ്രശ്നം പറയുന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ട് വെയിറ്റ് നന്നായിട്ട് കുറക്കണം എന്നുള്ളത്. അപ്പോൾ ഈ PCOSന്റെ ഭാഗമായിട്ട് വന്ധ്യത അനുഭവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർ വെയിറ്റ് കുറക്കുന്നതിൽ വളരെയധികം കൺസേൺ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് പുരുഷന്മാരുടെ കേസിലാണെങ്കിലും വന്ധ്യത അനുഭവിക്കുന്നവരാണെങ്കിൽ ശരീരത്തിന്റെ ഭാരം കുറക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു അഡ്വൈസ് കൂടിയാണ്. ഇങ്ങനെ ഒരു ഉപദേശം കേൾക്കുന്ന സമയത്ത് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ഡയറ്റ് എടുക്കുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. ഇത് വന്ധ്യത എന്ന പ്രശ്നം നമുക്ക് കുറച്ചു തരുമോ, അതോ നമ്മളുടെ പ്രശ്നങ്ങൾ വഷളാക്കുമോ എന്ന് നമുക്ക് നോക്കാം. സ്ത്രീകളിൽ ഈ ഭക്ഷണത്തിന്റെ അളവ് പെട്ടെന്ന് വല്ലാത്തൊരളവിൽ കുറക്കുന്ന സമയത്ത് ഇത് ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് കാരണമാകും. അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കാതെ വരും. ഈ കാരണങ്ങൾ പ്രത്യുൽപാദനത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ പോലുള്ള സ്ത്രീ ഹോർമോണുകളുടെ അളവിനെ കുറക്കുന്നതിനൊരു കാരണമാകും. ഇത് നമ്മുടെ ആർത്തവ ചക്രത്തെയും അണ്ടോൽപാദനത്തെയും ഒക്കെ വളരെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് പുരുഷന്മാരിൽ നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കുറയ്ക്കുന്ന സമയത്ത് സിങ്ക്, സെലീനിയം പോലുള്ള പോഷകങ്ങളുടെ കുറവ് ബീജത്തിന്റെ ഗുണനിലവാരത്തെയും അതിന്റെ ചലനശേഷിയെയും ഒക്കെ ബാധിക്കും. അതുപോലെ തന്നെയാണ് ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയാനും ഇതൊരു കാരണമാണ്. അതിന്റെ ഭാഗമായിട്ടും ബീജത്തിന്റെ ക്വാളിറ്റിയിൽ കുറവ് വരും. മാത്രമല്ല പെട്ടെന്ന് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെക്ഷൽ ഡിസയർ കുറയാനും ഇതൊരു കാരണമാണ്. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ പുരുഷന്മാരിലും വന്ധ്യതയ്ക്കുള്ള ഒരു കാരണമായിട്ട് പെട്ടെന്നുള്ള ഭക്ഷണം കുറക്കലിനെ നമുക്ക് പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരീരത്തിന്റെ ഭാരം കുറക്കാനായിട്ട് പറയുന്ന സമയത്ത് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് വളരെയധികം അളവിൽ നമ്മൾ ഭക്ഷണം കുറച്ചിട്ട് ഒരു നെഗറ്റീവായ രീതിയിൽ അത് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക.